എനിക്ക് ഈ ജുവാൻസ് റെയിൻബോ കേക്കിന്റെ ഒരു ഓർഡർ വന്നപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് ഓർഡർ തന്നത്. വന്നപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ വീഡിയോസ് റെഫർ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു 10% വീഡിയോസിലൊക്കെ അതിന്റെ ഒതന്റിക് ആയിട്ടുള്ള രീതികൾ എല്ലാവരും കാണിക്കും. ബാക്കിയുള്ള ഒട്ടുമിക്കതിനകത്തും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ടൈപ്പ് ഓഫ് വീഡിയോസ് ആണ് പലരും കാണിക്കുന്നത്. റെസിപ്പി ഒന്നും ഇതുമായിട്ടൊരു ബന്ധമില്ല. അങ്ങനെ സ്റ്റോർ ബോട്ട് ക്രഷൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഈ ലോക്കലായിട്ട് കിട്ടുന്ന ഫ്ലേവർ കൂടിയ ഒരുമാതിരി നമ്മളെ മരുന്നിൻ്റെയൊക്കെ ചൊവയുള്ളൊരു സിറപ്പ് കിട്ടുമല്ലോ, അതൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് എനിക്കറിയാവുന്ന രീതിയിലാണ് ഈ കേക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ കസ്റ്റമേഴ്സിന് റേറ്റ് കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള റെയർ ആയിട്ടുള്ള ഫ്ലേവേഴ്സ് വരുമ്പോൾ അത് അതിൻ്റെ ഒതന്റിക് ആയിട്ടുള്ള രീതി ചെയ്യുമ്പോഴാണ് ഈ കഴിക്കുന്നവർക്കും ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ജുവാൻസ് റെയിൻബോ കേക്ക് ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് ഗൾഫിലേക്ക് ഉണ്ടായിരുന്നു സിസ്റ്റർ. അപ്പോൾ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഐറ്റംസ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ആ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത്. അത് നല്ലതായിരുന്നു. പിന്നെ അത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.